ഒടുവിലത്തെന്ന് പറയരുത്. ഒരു കിളി കൂടി ചിലക്കാനുണ്ട്, ഒരു പൂ കൂടി വിരിയാനുണ്ട്, ആടുകൾക്കിനിയും ഇടയനുണ്ട്, പാപികൾക്കിനിയും വചനമുണ്ട്, അവനിനിയും അത്താഴമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ വായിച്ച ഒരു കവിതയാണിത്. ആരാ എഴുതിയെന്ന് പോലും മറന്നുപോയി. എന്നിട്ട് ആ കവിത നൽകിയ ഊർജം വളരെ കൂടുതലായിരുന്നു. വിശേഷിച്ച ഒടുവിലത്തെ വാക്ക്, അവനിനിയും അത്താഴമുണ്ട്. നമുക്കറിയാം, അവസാനത്തെ അത്താഴം എന്നൊക്കെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ തിരുവത്താഴ മേശയെ പറയുക. എന്നിട്ടും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അതായിരുന്നു അവൻ വെച്ചു വിളമ്പിയ ഒടുവിലത്തെ അത്താഴമെന്ന്? ഓരോ പ്രഭാതത്തിലും, ഈ പ്രഭാതത്തിലും നിങ്ങൾ അവന്റെ വിരുതിൽ പങ്കുചേർന്നിട്ടുണ്ട്, അവന്റെ ഭക്ഷണമേശയിൽ പങ്കുചേർന്നിട്ടുണ്ട്. എന്റെ അർത്ഥം, ഒന്നും അവസാനത്തെ അല്ല, എന്തെങ്കിലുമൊക്കെ ഇനിയും ആരംഭിക്കാനുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്. പ്രതീക്ഷയാണ് മാനവരാശിയുടെ ഊർജ്ജമെന്ന് തോന്നുന്നു. അത് നിലനിർത്തുന്നത് പോലും അങ്ങനെ. ഏറ്റവും നന്നായിട്ട് മനുഷ്യാവസ്ഥയെ സംഗ്രഹിച്ചിരിക്കുന്നത് പൗലോസാണ്. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 13-ാം വാക്ക്, അത് ഓർക്കാനും എളുപ്പമാണ്. 13 നിലയിൽ ഓർക്കാൻ എളുപ്പമാണ്. എന്താണത്? 3 കാര്യങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 വിശ്വാസം, 2 പ്രത്യാശ, 3 സ്നേഹം. ഇവയിൽ തന്നെ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അത് പറഞ്ഞാണ് അധ്യായം അവസാനിക്കുക. ആരെങ്കിലുമൊക്കെ ആ അധ്യായം വായിച്ചിട്ടില്ലെങ്കിൽ ഈ രാത്രിയിലൊന്ന് തപ്പെടുത്ത് വായിക്കുന്ന നല്ലതാ. പ്രതീക്ഷ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ 2 കാര്യങ്ങൾക്കകത്തുനിന്നുണ്ടാവുന്ന ഒന്നിന്റെ പേരാ പ്രതീക്ഷ. അതിൽ തന്നെ നിലനിൽപ്പ് ഉണ്ടാവുന്നില്ല. ഈ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഇടയിൽ നിന്ന് സംഭവിക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്ന ഒന്നിന്റെ പേരാ പ്രതീക്ഷ. ഒരു രൂപം എടുക്കുകയാണെങ്കിൽ, മെറ്റഫർ എടുക്കുകയാണെങ്കിൽ, വിശ്വാസം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും വേരുകളാണ്. അതിങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും അതിന്റെ വേരുകൾ ഇങ്ങനെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നീർപ്രവാഹങ്ങളെ തേടി തേടി അത് പിന്നെയും പിന്നെയും ദൃഢത ഉള്ളതായിട്ട് മാറും. പിന്നെ അതിന്റെ ചില്ല, അതിന്റെ ശാഖ എന്നൊക്കെ പറഞ്ഞ സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് തന്നെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു പച്ചപ്പിന്റെ പേരാണല്ലോ. അതിനകത്തുണ്ടാവുന്ന പൂവിന്റെയോ പഴത്തിന്റെയോ ഒക്കെ പേരാ പ്രതീക്ഷ. ഇതില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ ജീവിക്കാനായിട്ട് പ്രേരകമായിട്ടൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാം, ഈ കഴിഞ്ഞ ദശകങ്ങൾ, അതിന്റെ അർത്ഥം ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് കടന്നുപോയൊരു കവിയുടെ കഥ, ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കാര്യമാണ്. എന്തുമാത്രം സാധ്യത ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്നേഹിതനായ ഒരു കവിയേക്കാൾ കൂടുതൽ ദാർശനിക ലോകം എടുത്ത കവിയാണ്. എന്നിട്ടും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മനുഷ്യൻ തന്റെ കളി മതിയാക്കി നേരത്തെ ഇതിനകത്ത് പിൻവാങ്ങിയപ്പോൾ എഴുതി വെച്ചൊരു കുറിപ്പുണ്ട്. അതിങ്ങനെ മരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഇങ്ങനെ പത്രോഫീസിൽ കൊണ്ട് എത്തിച്ച കുറിപ്പാണ്. ഇത് മരണശേഷമാണ് ആ കുറിപ്പൊക്കെ പത്രങ്ങളിൽ വന്നത്. അതിങ്ങനെ അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ജീവിതത്തിന് അർത്ഥം തരുന്ന 3 കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത്. 1 സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക, 2 ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുക, 3 പ്രവർത്തിക്കാനായിട്ട് കർമ്മമണ്ഡലം ഉണ്ടാവുക. നിർഭാഗ്യവശാല് ജീവിതം ഇതെനിക്ക് 3 നിഷേധിച്ചു. അതുകൊണ്ട് എന്റെ നിലനിൽപ്പിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ തന്റെ ഭരതവാക്യം കുറിക്കുക. അപ്പൊ അതിന്റെ തന്നെ ശരിയാ. ആശിക്കാനൊന്നുമില്ലാത്തവർക്ക് ജീവിക്കാനായിട്ട് എന്താ പ്രേരണ ഉള്ളത്?